അഞ്ജന സുകുമാരൻ പാളയം മാർക്കറ്റിലാണുള്ളത്, കോഴിക്കോട്. അഞ്ജന, ഗുഡ് മോർണിംഗ്. മാത്രമല്ല പൂരാട ദിനാശംസകളും നേരുന്നു. ഈ ഉത്രാടപ്പാച്ചിലിന് മുന്നേ ഉള്ളൊരു ചെറിയ പാച്ചിലായിരിക്കും എല്ലാ മനുഷ്യരും ഇന്നെന്നറിയാം. പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്പന്ദനങ്ങളും വളരെ കൃത്യമായി മനസ്സിലാവുന്നൊരു ഇടം കൂടിയാണ്. എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, വിശേഷങ്ങൾ അഞ്ജന? പൂരാടത്തിന് ആശംസകൾ നേരെയാണ്. പാളയം മാർക്കറ്റ് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് എല്ലാത്തിനും ആദ്യം എത്തിച്ചേരാൻ, സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഇടമായിട്ടാണ് കണക്കാക്കാറുള്ളത്. ഇന്ന് പൂരാടാണ്, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പല ഭാഗത്തു നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി മാർക്കറ്റിലേക്ക് ലോഡുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹൈറ്റിന് മുകളിലാണ് പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല തിരക്കാണ് മാർക്കറ്റിൽ. ഈ ലോഡ് ഇറക്കുന്നവർ, അത് വാങ്ങാൻ വരുന്ന മറ്റ് ചില്ലറ വിൽപ്പനക്കാർ, ഇത് മൊത്ത വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ പാളയം മാർക്കറ്റ്. രാവിലെ തന്നെ ഏതായാലും നല്ല തിരക്കാണ്. ഓണം പ്രമാണിച്ച് ഇവിടെ കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. രാവിലെ ഒരുപാട് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ തിരക്ക് കൂടിയുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? പച്ചക്കറി വാങ്ങാൻ വന്നാണോ? ഓണായിട്ട് എങ്ങനെയുണ്ട്? ഓണം നല്ല തിരക്കുണ്ട്. ഇപ്പൊ ചേട്ടൻ റിട്ടൈൽ വ്യാപാരിയാണോ അതോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ? ഇവിടെ വന്നാൽ എല്ലാം കിട്ടും. തന്നെയാണ് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒറ്റയടിക്കാൻ പോകാനായിട്ട് പറ്റും. മുതലാളി ഉണ്ട് ഇവിടെ. അതെ അതെ. അപ്പൊ ഏതായാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ കാണുന്ന പോലും ആയിരിക്കില്ല ഇവിടെ. പെട്ടെന്ന് തന്നെ തിരക്കിലാണ് എന്ന് തോന്നുന്നു. ഈ തിരക്കിനിടയിൽ കച്ചവടത്തിന്റെ കണക്കുകൾ തെറ്റാൻ പാടില്ലല്ലോ. അതിന്റെ ഒരു ശ്രദ്ധയിലാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വന്നവരുണ്ട്, ചെറുകിട കച്ചവടക്കാര് മൊത്ത വ്യാപാരിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ വന്നവരുണ്ട്. അങ്ങനെ തിരക്കോട് തിരക്കാണ്. അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കിട്ടും. പച്ചക്കറി മാത്രമല്ല, പച്ചക്കറിയും പഴങ്ങളും പലവ്യഞ്ജനങ്ങളും എല്ലാം ചേർന്ന് നമ്മൾ ചിലപ്പോൾ തമാശയായി പറയാറില്ലേ, അച്ഛനെയും അമ്മയും ഒഴിച്ച് എന്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ പാളയം മാർക്കറ്റിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്.